വീണയുടെ ദുബായ് ബന്ധം, ഹവാല ബന്ധം, ഡയറിയിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന കുറേയധികം വിവരങ്ങൾ ഞെട്ടിപ്പിക്കുന്നതാണ്. പിണറായി വിജയൻ ഇടക്കിടക്ക് ദുബായിൽ ഇറങ്ങാറുണ്ട്. അപ്പം ഈ ദുബായ് ബന്ധത്തിൽ ഇനി കുറേയധികം വിവരങ്ങൾ വരാൻ പോകുന്നുണ്ടെന്നാണ് നമുക്കറിയാൻ കഴിയുന്നൊരു കാര്യം. ഇതൊക്കെ ഉണ്ടായിട്ടും, ഈ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളൊക്കെ ഉണ്ടായിട്ടും, പാർട്ടിയും ഗോവിന്ദൻ മാഷും വന്നിട്ട് ഒരു ഉളുപ്പുമില്ലാതെ വന്നിട്ട് ന്യായീകരിക്കുകയാണ്. ചെറിയൊരു വ്യത്യാസമുണ്ട് ഈ കഴിഞ്ഞ 2 ദിവസമായിട്ട്. കുറച്ച് ന്യായീകരണത്തിൽ കുറവുണ്ട്. വീണെ ന്യായീകരിക്കുന്നില്ല, റിയാസിന്റെ മെക്കെട്ട് വരരുതെന്നേ പറയണം. അതൊക്കെ പണ്ടത്തെ പോലെ വീണ അർഹയാണ്, അവർക്ക് ജോലി, അവർ വലിയ ഇത് ചെയ്തിട്ടാണ് വന്നത്, ഒരു വലിയ എന്തോ സോഫ്റ്റ്വെയർ കൊടുത്തിട്ടാണ് കർത്താവ് കാശ് കൊടുത്തത്, അവർ കാശ് കൊടുത്ത് നികുതി അടച്ചിട്ടുണ്ട്. അത്തരം ന്യായീകരണങ്ങളൊക്കെ ഏതാണ്ട് നിലച്ചു. അതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ ഒരു ഡയറിയെ കുറിച്ചാണ്. ഈ ഡയറി എന്ന് പറയുന്നത് ഒരു സൂചന മാത്രമാണ്. യഥാർത്ഥത്തിൽ എവിഡൻസ് കണ്ടെത്തേണ്ടത്. ഡയറി എവിഡൻസ് അല്ല എന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഡയറി എവിഡൻസിലേക്കുള്ളൊരു വഴിയാണ്. ഉദാഹരണം, ഒരു പാലമാണ്, അല്ലെങ്കിൽ ഒരു ഓപ്പണിംഗ്. അപ്പൊ ആ ഓപ്പണിംഗ്, ഉദാഹരണത്തിന് ഒരു 85 ലക്ഷം രൂപ ദുബായിക്ക് റിവേഴ്സ് ഹവാല അയച്ചു എന്നൊരു വാദം വന്നു. ഇവർ അയച്ചു എന്ന് എഴുതിയിട്ടുള്ളത് എനിക്ക് എങ്ങനെയാണ് ദർഹം, അതിനെ പറ്റിയ ദർഹം അയച്ചു എന്നാണ് പറയുന്നത്. അത് അയച്ചിട്ടുണ്ടോ എന്ന് കണ്ടെത്താൻ ബുദ്ധിമുട്ടില്ല, കണ്ടെത്തി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് അയച്ചത് ഏതോ ഒരു സിം കാർഡ് വഴിയാണ് അയച്ചതെന്ന് പറയും. അത് രേഖയുണ്ട്, ഇന്ന സിം കാർഡ് ആണ് അതിനുപയോഗിച്ചത്. ആ സിം കാർഡ് നന്ദുലാൽ എന്ന് പറയുന്ന ഒരാളുടെയാണ്. നന്ദുലാൽ എന്നുള്ള ആളുടെ സ്ഥലം റെഡി ചെയ്തിട്ടുണ്ട്. അയാൾ പറഞ്ഞിട്ടുണ്ട് ഇത് ഞാൻ വീണയ്ക്കും റിയാസിനും വേണ്ടി എടുത്തു കൊടുത്താണ്. നന്ദുലാൽ ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകനായിരുന്നു. നന്ദുലാലിന് വേണ്ടി ടൂറിസം ഡിപ്പാർട്ട്മെന്റിൽ ഒരു പ്രത്യേക പദവി ഉണ്ടാക്കി റിയാസ് നിയമിച്ചതാണ് എന്ന് പറഞ്ഞിട്ട്, അതിന് മുമ്പ് ഇല്ലാത്തൊരു കോർഡിനേറ്റർ എന്ന് പറഞ്ഞൊരു പദവിയുണ്ട്. കോർഡിനേറ്റർ ആർക്കും ആവാൻ ഒരു പദവി ഉണ്ടാക്കി ഇയാൾ നിയമിച്ചതാണെന്നും ഉള്ളതാണ് നമുക്ക് ഇതുവരെ കിട്ടുന്ന പേര്. എന്ന് പറഞ്ഞാൽ നന്ദുലാൽ കള്ള സിം മേടിച്ച്, അതിൽ തന്നെ ഒരു തെറ്റുണ്ട്. എൻ്റെ പേരിലെ സിം ഞാൻ നിങ്ങൾക്ക് ഒരു അനധികൃത പ്രവർത്തനത്തിന് തരികയാണെങ്കിൽ ഞാനതിൽ കൂട്ടുപങ്കാളി അല്ലേ? അല്ലെങ്കിൽ നിങ്ങൾ പറയണം അയ്യോ സാറേ എനിക്ക് എൻ്റെ സിം പോയി, ഒരു സിം തരുമെന്ന് ചോദിച്ചാൽ ഞാൻ തരും, ഇത് ആവശ്യമില്ലാത്തതിനൊന്നും ഉപയോഗിക്കരുതെട്ടോ എന്ന് ഞാൻ പറയും. അല്ലെങ്കിൽ ഞാൻ ഉത്തരവാദി സിമ്മിൻ്റെ ഉടമസ്ഥ. അപ്പം ഇവർ പൈസ അയച്ചിട്ടുണ്ട് എന്നാണ് കണ്ടെത്തുന്നതെങ്കിൽ അത് വളരെ ഗുരുതരമായൊരു കേസ്. 2-3 കാര്യങ്ങൾ. ഇപ്പോൾ നമ്മളെപ്പോഴും ഈ 2.75 കോടിയുടെ കണക്കാണല്ലോ വീണയായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത്, മാസപ്പടി കണക്കുമായിട്ട്. അതിൽ നിന്നാണോ ഇവർ അയച്ചത്? കാരണം ഇതിൽ ചോദ്യം വരുന്ന എവിടെയാണ്? ഇതിലെ ഒരു വലിയ വിഭാഗം തൊടാണ്ട് കിടക്കുന്നുണ്ട്. അതെന്താ വെച്ചാൽ, എന്തിനാണ് വീണയ്ക്ക് മാസപ്പടി കൊടുത്തത് കർത്താവ്? അതിപ്പോഴും അറിയില്ല. ഇല്ല, അത് മാത്രമല്ല 135 കോടി വേറെ ആളൊക്കെ കൊടുത്തിട്ടുണ്ടല്ലോ, നേതാക്കന്മാരൊക്കെ മേടിച്ചിട്ടുണ്ടല്ലോ. അതിൽ പിണറായി വിജയൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് തർക്കമുള്ളൂ. PV, KC, RC എന്നൊക്കെ പറഞ്ഞ് വെച്ചിട്ടുണ്ടല്ലോ. അതുകൊട്ടെ. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇതിന്റെ ഈ പൈസ എങ്ങോട്ട് പോയി? ഇപ്പൊ യഥാർത്ഥത്തിൽ മാസപ്പടി കടന്നിരിക്കുന്നു കേസ്. അതെ, മാസപ്പടിയൊക്കെ വിട്ടിരിക്കുന്നു. മാസപ്പടി വിട്ട് വേറൊരു സ്ഥലത്തെത്തി. അപ്പൊ മാസപ്പടിയിലെ പൈസ ആർക്ക് കൊടുത്തു എന്നുള്ളൊരു ചോദ്യം. സ്വാഭാവികമായും വീണയ്ക്ക് എളുപ്പം പറയാവുന്ന ഒരു മറുപടി, എൻ്റെ ഭർത്താവിന് കൊടുത്തു. എൻ്റെ ഭർത്താവിന് ഞാൻ പൈസ കൊടുത്തു. ഭാര്യയ്ക്ക് ഭർത്താവിന് പൈസ കൊടുക്കാൻ. മാസപ്പടി കിട്ടിയത് കല്യാണത്തിന് മുമ്പാണ്. കല്യാണം കഴിക്കുമ്പോൾ മാസപ്പടി ഇല്ല. 2020 അവരുടെ കല്യാണം എന്ന് ഞാൻ മനസ്സിലാക്കി. അതിനിപ്പോൾ മാസപ്പടിയൊക്കെ വാങ്ങിക്കഴിഞ്ഞു. അപ്പോൾ മാസപ്പടിയുടെ പൈസ എങ്ങോട്ട് പോയി എന്നുള്ള അന്വേഷണമാണ് വന്നത്. 2020 വരെ ഒരു കയ്യിൽ വെച്ചോ ഉണ്ടാവും, അതിൻ്റെ അക്കൗണ്ടിങ് ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടാവും. ബാങ്കിൽ നിന്ന് കിട്ടാൻ ഇപ്പോൾ ഒരു ബുദ്ധിമുട്ടുമില്ല. ED വിചാരിച്ചാൽ ആരുടെ അക്കൗണ്ട് ഡീറ്റെയിൽസും ഒറ്റ മിനിറ്റ് കൊണ്ട് ബാങ്കിൽ നിന്ന് കിട്ടും. അപ്പോൾ ഈ പൈസ അങ്ങോട്ട് പോയി കൊടുത്തു. ഭർത്താവിന് കൊടുത്തു എന്ന് പറഞ്ഞാൽ അതിൽ തെറ്റൊന്നുമല്ല. ഇപ്പോൾ പറഞ്ഞത് സൊലാസ് എന്ന് പറയുന്ന ഒരു കമ്പനിക്ക് 2021 തെരഞ്ഞെടുപ്പിലെ പ്രചരണത്തിന് റിയാസ് ആദ്യമായിട്ട് നിയമസഭയിൽ മത്സരിക്കുന്ന അദ്ദേഹത്തിന് കൊടുത്തു എന്നാണ്. ഗുഡ്. ഭർത്താവിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഭാര്യ കാശ് കൊടുക്കുന്നതിന് ആൾക്ക് തെറ്റ് പറയാൻ പറ്റും? 2 കാര്യം. ഒന്ന്, ഈ കൊടുത്ത കാശ് അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് കണക്കിലുണ്ടോ എന്നുള്ളത് വേറെ കാര്യം. അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനാ കേസ്, അതിന് ഇടിക്കൊന്നും ഞാനില്ല. രണ്ടാമത്, ഈ പൈസ കൊടുത്തത് ഏത് പൈസയാണ്? കർത്താവിന് എന്ന് കിട്ടിയ പൈസയാണ് അതോ വേറെ പൈസയാണ്? ഈ വിദേശത്തേക്ക് അയച്ചത് ഏത് പൈസയാണ്? ഇനി വിദേശത്ത് ഇതിന്റെ ബെനിഫിഷ്യറി ആണ്? ആ ചോദ്യമുണ്ട്. ആർക്കാണ് ഈ പൈസ അയച്ചത്? അവിടെ ഇവരുടെ ഒരു ബ്രദർ ഉണ്ടല്ലോ, അങ്ങനെ അയച്ചു കൊടുക്കാമല്ലോ. HSBC ബാങ്കിലിട്ട് വർക്ക് ചെയ്യുന്ന എൻ്റെ ബ്രദറിന് അയച്ചു പൈസ. പോയി പണി നോക്കിടും. അപ്പോഴും വേറെ ചില നിയമ കുരുക്കുകളുണ്ട്.
എങ്കിൽ പോലും അങ്ങനെ ചെയ്യണമെങ്കിൽ ചില പെർമിഷൻ വേണം, അത് മിറ്റിയുണ്ടോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ വരെ. അല്ലെങ്കിൽ ആർക്ക് അയച്ചു കൊടുത്തു? പിന്നെ റിവേഴ്സ് ഹവാല ധാരാളം നടക്കുന്ന ഒരു സ്ഥലം ഇത് നമ്മുടെ നാട്ടിൽ. അത് ED അന്വേഷണം എന്തിനയച്ചു കൊടുത്തു? എന്തിനയച്ചു കൊടുത്തു? ആർക്ക് അയച്ചു കൊടുത്തു? അപ്പോൾ ആ ഒരു ചോദ്യം. അതും കടന്ന് മൂന്നാമത്തെ ഒരു വിഷയം വന്നു. ഇവരുടെ അക്കൗണ്ടിൽ ഏതാണ്ട് 20 കോടി രൂപയോളം ഇടപാട് നടന്നു. ഈ കാശ് എവിടെ നിന്ന് വന്നു? മറ്റേത് മാസപ്പടി 2 കോടിയാണ്. 2 കോടിയുള്ളൂ. 20 കോടിയിലധികം രൂപയുടെ ഇടപാട് നടന്നിട്ടുണ്ട്. ആ 20 കോടി എവിടെ നിന്ന് വന്നു? EDക്ക് അന്വേഷിക്കാവുന്ന EDയുടെ പെർവിയുള്ള വിഷയമാണ്. ഇപ്പം എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ നാളെ 5 കോടി രൂപ എണ്ണ ED പിടിക്കും. എവിടെ നിന്നാണോ എനിക്ക് 5 കോടി കിട്ടിയത്? 50 പൈസക്ക് വകയില്ലാത്ത തന്നെ 5 കോടി ഉണ്ടാക്കിയത് ആരാ എനിക്ക് തന്നെ? എന്തിനാ തന്നെ? എപ്പോഴാ തന്നെ? അത് ഇൻകം ടാക്സ് കാണിച്ചോ? ഇൻകം ടാക്സ് കാണിച്ചാൽ അതിന് ടാക്സ് കിട്ടിയോ? ഈ ചോദ്യത്തിന് ഞാൻ മറുപടി പറയണം. സ്വാഭാവികമായി എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ പൈസ വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾ എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ നിങ്ങളൊരു 50,000 രൂപ അയച്ചാൽ ആ വിവരം എൻ്റെ KYC വെച്ച് ഇൻകം ടാക്സിലേക്ക് പോകും. 50,000 രൂപ താഴെയുള്ളത് ഇപ്പോൾ പോകാത്തതെന്നാ പറയും. 50,001 രൂപ എൻ്റെ അക്കൗണ്ടിലേക്ക് അയച്ചാൽ ആ വിവരം KYC വെച്ച് RBIയിലേക്കും ഇൻകം ടാക്സിലേക്കും പോകും. അപ്പം അങ്ങനെയുള്ളൊരു സ്ഥലത്ത് എങ്ങനെയാണ് 20 കോടി രൂപയുടെ ഇടപാട് നടത്തിയത്? ഇത് ഇൻകം ടാക്സുകാർക്ക് അറിയില്ലായിരുന്നു, അല്ലെങ്കിൽ RBIക്ക് അറിയില്ലായിരുന്നു, ആർക്കും അറിയില്ലായിരുന്നു, പിടിച്ചില്ലായിരുന്നു. ആ ചോദ്യങ്ങൾ വരാം. അത് EDയുടെ ക്വസ്റ്റ്യനാണ്. ഇവിടുന്ന് കാശ് വന്നു. അത് ഇനി അഴിമതിയ കാശാണെങ്കിൽ EDക്ക് പ്രശ്നമല്ല. എനിക്ക് കർത്താവ് തന്നതാണ് ഈ പൈസ. ഓക്കെ, കർത്താവിൻ്റെ ടാക്സ് ഇപ്പോൾ നോക്കും, കർത്താവിൻ്റെ ഇവിടുന്ന് പൈസ കിട്ടി നോക്കും. എനിക്ക് എൻ്റെ 100 കോടി രൂപയുണ്ട്, ഞാൻ നിങ്ങൾക്ക് 50 കോടി രൂപ തന്നു. എൻ്റെ 100 കോടിയുടെ കണക്കുണ്ടെങ്കിൽ നിങ്ങൾ 50 കോടി തരുന്നതിന് ഒരു തെറ്റുമില്ല. ഇവരുടെ ഈ 20 കോടി എവിടെ നിന്ന് വന്നു? ആ ചോദ്യം വരാം. മാത്രമല്ല, ഇപ്പം ലേക്കർ ഇന്ത്യ എന്ന് പറയുന്ന അവരുടെ ഒരു ഷെൽ കമ്പനിയാണെന്ന് പറയുന്നു. നമുക്കൊന്നും മനസ്സിലായിട്ടില്ല, ഇതിൻ്റെ വിവരങ്ങൾ വരുന്നുള്ളൂ. സ്ഥലം ബോർഡുണ്ട് എന്നൊക്കെ പറഞ്ഞു. അത് റിയാസ് പറയുന്നത് ഞാൻ എൻ്റെ തിരഞ്ഞെടുപ്പ് അഫിഡവിറ്റിൽ കൊടുത്തിട്ടുണ്ട്. നല്ല കാര്യം. പക്ഷെ അതിൽ കൊടുത്തത് 10 ലക്ഷമാണ്. 15 ലക്ഷം രൂപയാണ് ഇപ്പോൾ അത് കെട്ടിയേക്കണേ. ഈ തിരഞ്ഞെടുപ്പിന് ശേഷം ഇട്ടതാണോ എന്നറിയില്ല. തിരഞ്ഞെടുപ്പിൽ 10 ലക്ഷമാണ് നിങ്ങൾ കാണിച്ച്, 15 ലക്ഷമാണ് കിടക്കണേ. ഇതൊക്കെ തിരഞ്ഞെടുപ്പ് കേസാണ്. പക്ഷെ 15 ലക്ഷം ഉണ്ടെങ്കിൽ 15 ലക്ഷം എവിടെ നിന്ന് വന്നു? ED നോക്കുന്ന ഒരൊറ്റ കാര്യം, പൈസ എവിടെ നിന്ന് വന്നു? നിങ്ങൾ എവിടെയെങ്കിലും ഡിക്ലെയർ ചെയ്തു? അതെന്തിന് ചെലവഴിച്ചു? ആർക്ക് കൊടുത്തു? കിട്ടിയ ആൾ എന്തിനാണ് ഉപയോഗിച്ചത്? അയാൾ വേറെ വല്ല ദ്രോഹ പ്രവർത്തനങ്ങൾക്കോ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്കോ പൈസ ഉപയോഗിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ കേസ് കൂടുതൽ കോംപ്ലിക്കേഷൻ. അപ്പൊ അങ്ങനെയൊക്കെ ആവും. ഞാനിപ്പോൾ ഉണ്ടെന്നല്ലാണ്ട് പറഞ്ഞു, എനിക്ക് അതിനെ പറ്റി യാതൊരു വിവരമില്ല. അങ്ങനെയൊക്കെയാണ് EDയുടെ. പിന്നെ അങ്ങനെയാണ് NIA കൊണ്ടുവരും. ഇനി ഇത് അഴിമതിയാണെന്ന് വന്നാൽ, ഇപ്പോൾ ഉദാഹരണത്തിന് നേരത്തെ പറഞ്ഞ പോലെ 2.25 കോടി രൂപ കൊടുത്തത് പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയിൽ നിന്ന് എന്തെങ്കിലും ഔദാര്യം പറ്റാനാണ് എന്നുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കണമെങ്കിൽ EDക്ക് പറ്റില്ല. അതിന് CBIയോ വിജിലൻസോ ആരെങ്കിലും ഒക്കെ വരണം, അവരന്വേഷിച്ച് കണ്ടുപിടിക്കണം. ഇനി ഇത് വിദേശവിരുദ്ധ പ്രവർത്തനങ്ങളിലേക്ക് പോയെങ്കിൽ NIA പോലെയുള്ള സാധനങ്ങളിലിടും. ഞാൻ പറഞ്ഞേ ഇതാണല്ലോ അതിൻ്റെ ഒരു പല തലമുണ്ട് ഈ കേസ്, പല തലവും. അപ്പോൾ ഇനി തെളിയേണ്ടത് ഇതാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു CPM വീണയെ വിട്ടു. വീണ വിട്ട മാതിരിയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വീണയെ ഡിഫെൻഡ് ചെയ്യേണ്ടെന്ന് CPM തീരുമാനിച്ചു. അല്ല, പക്ഷേ ന്യായീകരിക്കാനുള്ളത് ഇത് രാഷ്ട്രീയ പ്രേരിതമാണെന്ന്. അല്ലല്ല, അത് റിയാസിനെതിരെ. വീണയുടെ കാര്യം ഇന്നലത്തെ ഗോവിന്ദന്റെ പത്രസമ്മേളനത്തിൽ, പത്രക്കുറിപ്പിൽ വീണയുടെ വിഷയമേ ഇല്ല. പാർട്ടി അതിനർത്ഥം സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പറെ കുടുക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളുടെ സ്ഥലം നേടിയിരുന്നു. അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ റിയാസിന്റെ സുഹൃത്താണെന്നുള്ളതുകൊണ്ട് അയാൾ നിയമവിരുദ്ധ പ്രവർത്തനം നടത്തില്ല എന്ന് പറയാൻ പറ്റും? ഇല്ല, അന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ ഞാൻ നേരത്തെ റിയാസ് ഇതിൽ പറയുന്നത് എന്റെ കോളേജ് സുഹൃത്തുക്കളാണ്. ആയിക്കോട്ടെ, റിയാസിന് ഒരുപാട് കോളേജ് അതുണ്ടാവും, എല്ലാവർക്കും ഉണ്ട്. പിന്നെ അതില് ഈ കുറച്ചാളുകളെ മാത്രം എന്തുകൊണ്ടാണ്? അല്ല, അത് വേറെ കാര്യം. അത് ഇവര് ഡയറിയിൽ നിന്ന് പോയി എന്നാണല്ലോ പറയുന്നത്. അതെ, വേറെ ആളുണ്ടോന്ന് അറിയില്ല. ഇനിയിപ്പോൾ അവിടെ ചെല്ലുമ്പോൾ വേറെ ആളുണ്ടെന്ന് വന്നാൽ അത് വേറെ വരാം. ഒരു ലിങ്ക് വെച്ചാണ് ഇവർ പോണേ. ഏത് അന്വേഷണം അങ്ങനെയല്ലേ പോകുള്ളൂ. ഒരു ഓപ്പണിംഗ് കിട്ടി, അത് വെച്ച് ഇങ്ങനെ അന്വേഷിച്ച് ഇവരുടെ ബാങ്ക് അക്കൗണ്ട് പരിശോധിക്കുന്നു. ഇപ്പോൾ സിം കാർഡ് അങ്ങനെയല്ലേ കണ്ടെത്തി. നന്ദുലാൽ എടുത്ത സിമ്മാണ്. സത്യസന്ധമാണെങ്കിൽ ഇവർക്ക് സിം എടുക്കാമായിരുന്നല്ലോ. ഈ രാജ്യത്ത് സിം എടുക്കുക എന്നുള്ളതല്ലേ ഏറ്റവും എളുപ്പമുള്ള പണി. എവിടെ ചെന്ന് ചോദിച്ചാൽ ഏത് ഇതിന് വേണ്ടി സിം കിട്ടില്ലേ? എന്തുകൊണ്ടാണ് വീണയുടെ പേരിൽ സിം എടുക്കാൻ? ഇതിനെ നന്ദുലാലിൻ്റെ പേരിൽ സിം എടുത്ത് പൈസ അയക്കാൻ. അപ്പോൾ അത് അയാളെ കൊടുക്കാനാണ്. അയാളെ രക്ഷപ്പെട്ടു. അപ്പം ഇനി എന്താ വെച്ചാൽ ഇങ്ങനത്തെ കേസുകൾ സംഭവിക്കുക, പിടിക്കുന്നവർ കൈയൊഴി. ഞാനല്ല, അവരാണ്. അയാൾക്ക് വേണ്ടിയാണ് ഞാൻ ചെയ്തത്. റിയാസ് പറഞ്ഞാൽ ഞാൻ ചെയ്യേണ്ടി വരും. പാർട്ടി ബന്ധം, എനിക്ക് ബന്ധങ്ങളുണ്ട്.
സൗഹൃദമുണ്ട്, അതൊക്കെ വരാം. ഓക്കെ, അതിൻ്റെ ഒരു രൂപം വരുന്നുള്ളൂ. എത്ര മുമ്പോട്ട് പോകുന്നു ഇപ്പോഴും ഞാൻ സംശയിക്കുന്ന ആളാണ്. എനിക്ക് ED എന്ന് പറഞ്ഞ പ്രസ്ഥാനത്തെ ഒരു 5 പൈസക്ക് പോലും വിശ്വാസം. കാരണം അവർ രാഷ്ട്രീയം അവർക്ക് ഗുണമുണ്ടെങ്കിൽ മാത്രമേ അവർ മുമ്പോട്ട് പോകുള്ളൂ, അല്ലെങ്കിൽ ED അവിടെ കിടക്കും. അതാണ് ഇതിലിപ്പോ ഗുണമുണ്ടല്ലോ, CPM തകർത്തുകൊണ്ട് CPM തകർത്തുകൊണ്ട് വരാം എന്നൊക്കെയാണ് അവരുടെ ആഗ്രഹം. എങ്കിൽ നടക്കാം, അങ്ങനെ ശ്രമിക്കാം. എന്താണ് അവരുടെ രാഷ്ട്രീയ ലക്ഷ്യം എന്നുള്ളത് തെളിയാൻ പോണേ. ഇതിൽ പക്ഷേ ഈ ഡയറിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട സോഴ്സ്. ആ ഡയറിയിൽ മേജർ പണവും കൊടുത്തിരിക്കുന്നത് PVക്കാണ് എന്നുള്ളൊരു PVനെ കുറിച്ച് അതിൽ പരാമർശിക്കുന്നുണ്ട്. പല ആളുകൾക്കും കൊടുത്തിട്ടുണ്ട്, നേതാക്കൾക്കും, പക്ഷെ മേജറും പോയത് PV ആണ്. അപ്പൊ ആ പണമായിരിക്കുമല്ലോ ഈ പണം ഒരു പക്ഷേ. അതാണ് അറിയേണ്ടത്. ആ ട്രാൻസ്ഫർ എങ്ങനെ നടന്നു? എന്തെങ്കിലും ട്രാൻസ്ഫർ ആവില്ല, വെറുതെ നോട്ട് കെട്ട് കൊണ്ട് കൊടുത്താവില്ല, ഏതെങ്കിലും ഒരു ട്രാൻസ്ഫർ ഉണ്ടാവില്ലേ? ഇപ്പൊ വീണയുടെ അക്കൗണ്ടിൽ നിന്ന് PVക്ക് 2 കോടി രൂപ പോയി നോക്കിയ ഒരു ദിവസം. അപ്പൊ ആദ്യം ചോദിക്കും, വീണയ്ക്ക് എവിടെ നിന്ന് പൈസ കിട്ടി? ആര് കൊടുത്തു? ഇപ്പൊ പിണറായി വിജയന് കൊടുക്കേണ്ട ആളുകൾ അങ്ങനെയാണല്ലോ ഇപ്പോ ഭർത്താവിന്റെ കേസ് വന്നത്. പിണറായി വിജയന് പൈസ കൊടുക്കുന്നേക്കാൾ എളുപ്പം വീണയ്ക്ക് കൊടുത്ത് വീണ പിണറായി വിജയൻ വഴി കൊടുക്കുന്നതാണ്. അപ്പോൾ പെട്ടെന്ന് നോക്കുമ്പോൾ ഒരു കുഴപ്പമില്ല, ഒരു കരാറാണ്. അതാണ് ഷെൽ കമ്പനികൾ എന്ന് പറയുന്നത്. ഷെൽ കമ്പനി എങ്ങനെയാണ്? ഞാൻ ഒരു കമ്പനി, കർത്താവിന് തന്നെ എത്ര ഷെൽ കമ്പനി ഉണ്ടായിരുന്നു? കർത്താവിന്റെ ഭാര്യയുടെ, മരുമകന്റെ, മോന്റെ, മോളുടെ ഒക്കെ പേരിലുണ്ടായിരുന്നു എന്ന് പറയുന്നത്. ഈ കമ്പനിയിലേക്ക് ഞാൻ പൈസ കൊടുക്കും, ആ കമ്പനിക്ക് ഒരു കോൺട്രാക്ട് കൊടുക്കും. ലേക്കർ ഇന്ത്യയൊക്കെ എന്താ ചെയ്തിട്ടുള്ളത് ഇനി കാണാൻ പോണേ. ആ കമ്പനിക്ക് ഒരു കമ്പനി കോൺട്രാക്ട് കൊടുക്കും. എക്സാലോജിക്ക് ലേക്കർ ഇന്ത്യക്ക് ഒരു കോൺട്രാക്ട് കൊടുക്കും, ഇത്ര ഡയറി എന്തെങ്കിലും കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ട് അതിനൊരു 50 ലക്ഷം രൂപ കൊടുക്കും. ഇത് സപ്ലൈ ചെയ്തില്ലോ എന്നുള്ള കാശ് കൊടുത്തു. എനിക്കല്ലേ നഷ്ടം, നിങ്ങൾക്ക് എന്താ കുഴപ്പം സപ്ലൈ ചെയ്തില്ലെങ്കിൽ? ആ കർത്താവ് ചോദിച്ചേ. ലോൺ കൊടുത്തു, തിരിച്ചതിന് എനിക്കെന്താന്നേ? വീണയ്ക്ക് ലോൺ കൊടുത്തു, നിങ്ങൾ തിരിച്ചതില്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക? എൻ്റെ കാശല്ലേ? ശരിക്കും ഇത്തരത്തിൽ ആരോപണ വിധേയനായ ഒരു നേതാവിനെ പ്രതിപക്ഷ നേതാവായിട്ട് ഇരുത്താൻ പാടുണ്ടോ എന്നുള്ളതാണ് പ്രധാന ചോദ്യം. അതാണ് CPM നേരിടുന്ന ഏറ്റവും വലിയ ചോദ്യവും. CPMന് റിവൈവൽ ഉണ്ടാകണമെങ്കിൽ നേരത്തെ നിങ്ങൾ പറഞ്ഞ പോലെ BJPക്ക് CPMനെ തകർക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് പിണറായി വിജയൻ അത്രയും കാലം അവിടെ ഇരിക്കുന്ന ഇതിങ്ങനെ കൊണ്ടുപോവുക, നശിപ്പിക്കാൻ, സഖാക്കളെ മടുപ്പിച്ചിട്ട് BJPയിലേക്ക് എത്തിക്കുക, CPMനെ അങ്ങനെ കൊണ്ടുപോയി വെറുപ്പിക്കുക. കാരണം ഒരു കാര്യം ഉറപ്പാണ്, കഴിഞ്ഞ തെരഞ്ഞെടുപ്പോടുകൂടി ഇനി BJP വളരണമെങ്കിൽ CPMന്റെ വോട്ട് വേണം. CPMന്റെ വോട്ട് പിടിക്കാൻ കഴിഞ്ഞെടുത്ത് BJP വളർന്നിട്ടുള്ളൂ. UDFന്റെ ശക്തി കേന്ദ്രങ്ങളല്ല BJP. UDFന്റെ വോട്ടുകളൊക്കെ പോയി, നായർ വോട്ടൊക്കെ കുറച്ച് പോയി, കീഴ വോട്ട് നായർ വോട്ടും കുറച്ച് UDF ഉണ്ടായിരുന്നുള്ളൂ, അത് പോയി. ഇനിയുള്ളത് എവിടെയാണ്? ഇനിയുള്ളത് LDF. കുറേയധികം തീവ്ര ഹിന്ദു വോട്ടുകളും ലഭിച്ചിട്ടുണ്ട്. അപ്പൊ അത് പറ്റും. മാത്രമല്ല പിണറായി വിജയനോടുള്ള ദേഷ്യം അല്ലെങ്കിൽ LDFനോടുള്ള ദേഷ്യം മിക്കവാറും ഗുണം കിട്ടിയത് UDFനാണെങ്കിൽ 137 സീറ്റിൽ അല്ലെങ്കിൽ 102 സീറ്റിൽ UDFന് കിട്ടിയെങ്കിലും 3 സീറ്റിൽ അത് കിട്ടിയത് BJPക്കാണ്. നമ്മൾ ഈ പറയുന്ന സെക്കുലർ മതേതര ഹിന്ദുക്കൾ കുറെ CPMലുണ്ട്. അവരെയാണ് ലക്ഷ്യം. അവരെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ CPMന് നേരെയാവില്ല എന്നൊരു ബോധ്യം ഉണ്ടാക്കുകയും ഇത് നശിച്ച പാർട്ടിയാണ്, ഇതിനി ഗോവിന്ദനും പിണറായി വിജയനും കൂടി തന്നെ തുടരും എന്നൊരു തോന്നൽ വന്നാൽ മടുത്തിട്ട് നീ ന്യായീകരിക്കാനൊന്നും പറ്റാതെ പോകും. ഇപ്പം നാളെ റിയാസിന് വാദത്തിന് വേണ്ടി റിയാസിന് എന്തെങ്കിലും പ്രശ്നം പറ്റിയെന്ന് നോക്കി അല്ലേ, നമുക്കറിയില്ല. റിയാസ് ഇതിൽ പ്രതിയാണ് എന്ന് നിയമപരമായി കണ്ടെത്തുന്നു എങ്കിൽ എന്ത് ചെയ്യും? അപ്പോൾ പിന്നെ പിണറായി വിജയൻ അത്ര എളുപ്പം പിടിച്ചിരിക്കാൻ പറ്റില്ല. അപ്പോൾ റിയാസിനെ കളഞ്ഞ് പിണറായി വിജയൻ നിൽക്കുമോ? അപ്പൊ വീണ്ടും ഈ റിയാസിന് വന്നാലും വീണയ്ക്ക് വന്നാലും അതിന്റെ ദോഷം മുഴുവൻ വരുന്നത് പിണറായിക്കാണ്. കാരണം പാർട്ടി നേതാവാണ് അദ്ദേഹം. പാർട്ടി നേതൃസ്ഥാനത്ത് അദ്ദേഹം പോയി ആരും അദ്ദേഹത്തിന് പിന്നാലെ പോലെയാണ്. ഞാൻ ഇപ്പോഴും പറയുന്നു. ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസ് പോലെയാണ്. രാഹുൽ മാങ്കൂട്ടത്തിന് കോൺഗ്രസ് പുറത്തായതോടുകൂടി രാഹുൽ മാങ്കൂട്ടത്തിന് അവിടെയാണ് CPM അനുഭവിക്കുന്ന ഒരു എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസ്. പിണറായി പോയി കഴിഞ്ഞാൽ പിന്നെ ഒന്നും ഇല്ലാതായി പോകും. അവിടെയാണ് പ്രശ്നം. CPM നേരിടുന്ന പ്രതിസന്ധി അത് തന്നെയാണ്. പിണറായി അല്ലാതെ ഞാനല്ലാതെ മറ്റാരുണ്ട് എന്ന ചോദ്യം അറം പറ്റിയതാണ്.